പാറുവിന്റെ അടുത്തെല്ലാം പറഞ്ഞായിരുന്നു. ലച്ചു എന്തു പറഞ്ഞു? സർപ്രൈസ് അവിടെ. സർപ്രൈസാ? എന്ത് സർപ്രൈസ്? സിദ്ധു ചുമ്മാ കളിക്കല്ലേ. എന്തായാലും അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ. ഞാൻ കൈയോളം നേരെ. ലച്ചു നീ എന്തൊക്കെയാ പറയണേ? പാറസ് നിന്റെ ചേച്ചിക്ക് തന്നെ പറ്റിയേ? സോറി അളിയാ, പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കണ്ട കാര്യമെല്ലാം ചേച്ചിയെടുത്ത് പറഞ്ഞു. എന്തെന്ന്? എന്നോടൊന്നും തോന്നല്ലേ? പാറേ, നീ ഇതേ അളിയന്റെ കയ്യിൽ തന്നെ കൊടുക്ക്. അളിയന്റെ കൈ കൊണ്ട് എനിക്ക് തരട്ടെ. അളിയാ, ഇന്നാ. എന്നോടൊന്നും തോന്നല്ലേ? ഏയ് ഒന്നും തോന്നുന്നില്ല. നോക്കി നിക്കണത് കൊടുക്കങ്ങോട്ട്. കൊടുക്കങ്ങോട്ട്. അത് വേണോ? എന്തോന്ന് വേണോന്ന്? പാവം എന്റെ ചേച്ചി. ആകെ ജീവിതത്തിൽ കുറച്ച് സർപ്രൈസ് കിട്ടിയിട്ടുള്ളൂ. അളിയൻ കൊടുക്കങ്ങോട്ട്. ഇങ്ങോട്ട് വാങ്ങങ്ങോട്ട്. അമ്മൂമ്മ കനകാന്റെ ഓടി വായോ. അളിയൻ ലച്ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകും. അയ്യോ, പിന്നെ എന്നെ എങ്കൾട്ട് സൊല്ലാൻ വരുന്നേ. ഞാൻ കത്തയച്ചിരുന്നു, കിട്ടിയില്ല. അയ്യോടാ. എന്താണേലും നിങ്ങൾ കറക്റ്റ് ടൈമിൽ വന്നല്ലോ. എനിക്ക് അറിയാമായിരുന്നു എത്തുമെന്ന്. വന്നതിൽ ഒരുപാട് സന്തോഷം. അതൊക്കെ പിന്നെ ആവട്ടെ. കൊടുക്കങ്ങോട്ട് അളിയാ. അത് വേണോ? നാണിക്കാണ്. അങ്ങോട്ട് കൊടുക്കങ്ങോട്ട്. ഈ പ്രപഞ്ചത്തിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അല്ല, ലച്ചൂസന്റെ പ്രപഞ്ചമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞതാ. അളിയന്തൊരു ലവ്വേ. എന്താ ഇത്? ഡ്രസ്സാണെന്ന് തോന്നുന്നു. ഡ്രസ് കവറിന്റെ അകത്ത് വേറെ കവറ്. ടോപ്പായിരുന്നോ? ടോപ്പ് ടോപ്പ് ടോപ്പ്. കൊള്ളാം, നല്ല രസമുണ്ട്. വേഗം പോയിട്ടുണ്ടോ? അത് വേണോ? പിന്നെ ചേച്ചി ചേച്ചി ഇട്ടോക്കണ്ടേ? പോയിട്ടുണ്ടോ? ഇട്ടിട്ട് വരാവേ. എന്റെ കുഞ്ഞിന്റെ ഒരു സന്തോഷം കണ്ടോ? ചുരിദാറല്ലേ? ചെറിയ പ്രശ്നമുണ്ട്. നിന്റെ ചേച്ചി നിന്റെ കൊല്ലു. അളിയാ, നിന്നെ ഞാൻ പിക്ക് ചെയ്യാൻ വന്നില്ലായിരുന്നു കാക്കനാട്. വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ അനാർക്കലി ടീച്ചറിനെ കണ്ടായിരുന്നു. അപ്പൊ ടീച്ചറിന് ചെറുതായിട്ട് ഒരു ലിഫ്റ്റ് കൊടുത്തു. ഞാൻ ലിഫ്റ്റ് കൊടുത്തു. അപ്പൊ ടീച്ചറുടെ കവറാടാ അത്. അവളത് എടുക്കാൻ മറന്നു പോയതാ. അവൾക്ക് വേണ്ടി മേടിച്ചതല്ല. ചുരിദാറ് ടീച്ചറിന്റെ. അളിയാ, ഈ കേസിലെ എനിക്ക് അളിയന് വേണ്ടി വാദിക്കാൻ പറ്റൂല. ഞാൻ എന്തിനു പറഞ്ഞാലും ആവിയായിട്ട് മുകളിലോട്ട് പോത്തേ ഉള്ളൂ. അല്ല, പൈതവ അളിയത് എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു? എന്റെ ആത്താവ് മേപ്പോട്ട് പോകുമ്പോ നീ എങ്കിലും സത്യം അറിഞ്ഞിരിക്കണ്ടാ. ഞാനൊന്നും കേട്ടിട്ടില്ല. അളി എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. ഇല്ല. എന്താണ് സംസാരം? അളിയൻ അധികം വേഗം ചൊവ്വയിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടും എന്ന് പറയായിരുന്നു. ചിലപ്പോ ഇപ്പൊ തന്നെ.